ഇന്ത്യയിൽ മാത്രമേ ഈ 21-ാം നൂറ്റാണ്ടിലും മതപരിവർത്തനം നടക്കുന്നുള്ളൂ. ലോകത്തിൽ മറ്റൊരിടത്തും അത് സാധ്യമല്ല. അവർ സമ്മതിക്കുകയില്ല. മതം മാറുന്നവരാരും മതത്തിൻ്റെ നന്മ കണ്ടുകൊണ്ടല്ല, ഗതികേടുകൊണ്ട് മാറിപ്പോകുന്നതാ. ആ രോഗങ്ങൾ വല്ലാതെ ശല്യം ചെയ്യുമ്പോൾ വല്ല സഹായവും കിട്ടും എന്ന് വിചാരിച്ചിട്ട് മാറുന്നതാണ്. ബുദ്ധിമുട്ടുകൊണ്ട്, പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും ആദ്യം മാറുമ്പോഴെങ്കിലും എന്നുള്ള അറിവിലൂടെയാണ് മാറുന്നത് കുറേ ആൾക്കാർ. നിരക്ഷരര, അതായത് വിദ്യാഭ്യാസം ഇല്ലായ്മ. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിക്ക് തെളിമയില്ല, കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാതിരിക്കുക, അറിവില്ലായ്മ. അതാണ് മതം മാറ്റത്തിൻ്റെ മറ്റൊരു ഉപാധി. അറിവില്ലാത്തവരുടെ അടുക്ക് ചെന്ന് അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അവർ വിചാരിക്കുന്നതൊക്കെ സത്യമാണെന്ന്. അങ്ങനെ മാറുന്നതാണ്. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള തൻ്റെ കുറവും. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇത്തരം കാര്യങ്ങൾക്ക് കാരണമാകുന്നത് ആ പ്രദേശം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ കുഴപ്പമാണ്. അവരാണ് ഇത് നോക്കേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 100% ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. മതം മാറി വരുന്ന ആഭ്യന്തര കലഹം ആണ് അതിൻ്റെ അവസാനം സംഭവിക്കുന്നത്. കലഹങ്ങളാണ് സമൂഹങ്ങൾ തമ്മിൽ. ഇപ്പം തന്നെ എല്ലാ കലഹങ്ങൾക്കും കാരണമാകുന്നത് ഈ മതം മാറ്റക്കാർ കാണിക്കുന്ന വിക്രിയകളാണ്. അത് സർക്കാർ സമ്മതിക്കരുത്. ഒരു തലത്തിൽ ഉള്ള സർക്കാരും, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ആദ്യം പഞ്ചായത്ത് മുതൽ തുടങ്ങണം. ചോദ്യം ചെയ്യണം അവന്. പഞ്ചായത്ത് അധികാരികളെ ഏൽപ്പിക്കട്ടെ. സഹായം ചെയ്യണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സഹായത്തിനുള്ള പണവും കൂടി ഏൽപ്പിക്കട്ടെ. പഞ്ചായത്ത് അധികാരികൾ ചെയ്താൽ മതി. ആർക്കും എന്തും സമൂഹത്തിൽ ചെയ്യാം. പാവപ്പെട്ടവൻ്റെ അടുക്ക് കയറി എന്തും കാണിക്കാം, എന്തും ചെയ്യാം എന്നൊരവസ്ഥയാണ് ഇപ്പം ഭാരതത്തിൽ പലയിടത്തും. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ആത്മഹത്യാഭീഷണി മുഴക്കുന്നവർ വരുന്നു, മതം മാറ്റുന്നതിനെ ചോദ്യം ചെയ്യുന്നവരെ വരുത്തുന്ന പ്രശ്നം വരുന്നു. ഇതൊക്കെ നിലനിൽക്കുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്താൽ കൂട്ടമായിട്ട് ചേർന്ന് ബഹളം വെക്കും, വലിയ പ്രശ്നം ഉണ്ടാക്കും, വലിയ ശബ്ദം ഉണ്ടാക്കും, നാനാവിധമായിട്ടുള്ളത്. അതൊക്കെ വലിയൊരു കുഴപ്പമാണ്. ഇത് ഭരണാധികാരികൾ മുൻകൂട്ടി ഇത് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കി ഇത് കംപ്ലീറ്റ് നിരോധിക്കേണ്ടതാണ്. 21-ാം നൂറ്റാണ്ടിലും മതം മാറ്റുക എന്നത് അത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ 100% ഉണ്ട്. നാട്ടുകാർക്കുണ്ട്. നാട്ടുകാരെന്തെങ്കിലും ഒന്ന് എതിര് പറഞ്ഞാൽ പ്രശ്നക്കാരങ്ങ് ഭയങ്കര പൂലുണ്ടായികളെ. ആത്മഹത്യാഭീഷണി വരെ മുഴക്കുന്നതാണ് നമ്മൾ കണ്ടത് ന്യൂസ്. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഇത്. രാജ്യത്തിന് നല്ലതല്ല. മതം മാറ്റം നല്ലതേ അല്ല. അത് ഒരു ഗവൺമെന്റും സമ്മതിക്കുകയില്ല. അത് നമ്മൾ അറിയണം. ഗൾഫ് രാജ്യങ്ങൾ അപ്പോഴേ തലവെട്ടുകയില്ലേ ഏതെങ്കിലും ആയാൽ. മറ്റെവിടെയെങ്കിലും സമ്മതിക്കുമോ? നടക്കുകയില്ല. ഇത് ആലോചിച്ച് ഇടപെട്ട് സർക്കാരുകൾ ഇത് നീക്കം ചെയ്യേണ്ട സംഗതിയാണ്. ഗതികേട് വന്ന ഉടനെ അവിടെ ചെല്ലുന്ന സഹായം കൊടുക്കണമെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിലൂടെ വേണം കൊടുക്കാൻ സഹായം. അല്ല ഒരു വ്യക്തിക്ക് കയറി മേയാനുള്ള അവസരമല്ല. അങ്ങനെയുള്ള പ്രശ്നമാണ്. അത് പ്രശ്നത്തിൽ കലാശിക്കുള്ളൂ. ആ നാട്ടിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണമാവും. ഏത് മതത്തിൽ നിന്നാണോ ഒരാളങ്ങോട്ട് വിട്ടുപോകുന്നത് ആ കുടുംബക്കാരുൾപ്പെടെ ആ നാട്ടുകാർ, ബന്ധുക്കളെല്ലാം ശബ്ദം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. അതിന് ചെറുക്കാൻ മറ്റൊരു നിൽക്കും, മാറ്റാൻ ചെല്ലുന്നവന്. ഇത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം മറ്റെങ്ങും നടക്കാത്ത കാര്യമാണ് അത്. ഇവിടെ നടക്കുന്നത് എന്താണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതിനുള്ള സർവ്വസ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മതം മാറ്റാൻ അവരവരുടെ ഇനത്തിൽപ്പെട്ടവർ മതം മാറിപ്പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് മതം മാറ്റാൻ സർക്കാർ നിയമം പാസ്സാക്കിയേക്കുന്നത്. പ്രചരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. മതം മാറ്റണമെങ്കിൽ അത് അധികാരികളുടെ
ഒന്നിൽ അധികം തട്ടുകളിലൂടെ ഒന്നിലധികം സ്റ്റേജുകളിലൂടെ കടന്നു വരുന്ന സർട്ടിഫിക്കറ്റ് വേണം, അല്ലാതെ മതം മാറ്റാൻ പാടില്ല. അങ്ങനെ സംവിധാനം അങ്ങനെ ഇണക്കിയില്ലെങ്കിൽ ഇത് പ്രശ്നങ്ങൾക്ക് കാരണമാവും. കൂട്ടം ചേരും, എതിരഭിപ്രായം ഉണ്ടാവും, രണ്ട് ചേരിയായിട്ട് തിരിയും മനുഷ്യൻ. അതാ കണ്ടത് വടക്കഞ്ചേരി കഴിഞ്ഞ ദിവസം കണ്ട മഹാരാഷ്ട്രയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അങ്ങനെയാണ് കണ്ടത്. വലിയ എതിരാണ് ഉണ്ടായിട്ടുള്ളത് മാറ്റിയതിനെ സംബന്ധിച്ച്. മാറ്റിയവരെതിരെ മാറ്റിയെന്ന് പറഞ്ഞതിനാണ് മാറ്റാൻ ചെന്നൊരു പൂലുണ്ടാക്കുന്നത്. അതറിയണം നമ്മൾ, പൊതുജനം അറിയേണ്ട കാര്യമാണ്. മതം ഒരു പ്രാധാന്യവും 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ തന്നെ മതത്തിന്റെ പ്രാധാന്യം തീരെ കുറഞ്ഞു കാണുക. വിദ്യാഭ്യാസം ഇല്ലാത്തവർ ആണ് ഈ മാറുന്നവരിൽ അധികം പേരും. അവർക്കത് മനസ്സിലായിട്ടില്ല. താൽക്കാലികമായ ആശ്വാസമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പട്ടിണി കിടക്കുന്നവന് ചെറിയ ആശ്വാസം കിട്ടിയാൽ അവൻ അത് വാങ്ങാൻ നോക്കും. മതം മാറിയാലേ തരൂ, മതം മാറും. മനസ്സോടെയല്ല, ആവശ്യത്തിന് കൂടുതലുണ്ടാകും. ഇത് ചൂഷണമാണിത്. ഗവൺമെന്റ് ഇടപെടണം. അങ്ങനത്തുള്ള ആൾക്കാരെ സഹായിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്. മറ്റ് പൊതുജനത്തിന്റെ സഹായത്തോടെ പൊതുജനത്തിൽ നിന്ന് പണം പിരിച്ചെടുത്തിട്ടായാലും സർക്കാരിന്റെ കെയർ ഓഫിലായിരിക്കണം ഇത്തരം എന്ത് പൊതുപ്രവർത്തനവും നടക്കേണ്ടത്. ആ സർക്കാർ ചെയ്താൽ മതി. അവർക്ക് വേണ്ട ആശ്വാസം കൊടുക്കുക. തീരെ പണം ഇത്രയും ബുദ്ധിമുട്ടുന്ന, ചികിത്സയ്ക്ക് പണമില്ലാത്ത, അല്ലെങ്കിൽ ഭക്ഷണത്തിന് പണമില്ലാത്ത ആൾക്കാരെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമുള്ള ഇത് കൊടുക്കണം. അപ്പോൾ ഈ മതം മാറ്റക്കാരുടെ പ്രവർത്തനം അവിടെ നടക്കാതെ വരും. മറ്റൊരു ചെയ്യേണ്ടത് മതം മാറിയവർ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ചെയ്യാവുന്ന മറ്റൊരു മാർഗം. മതം മാറ്റിയവർ എന്തുകൊണ്ട് മാറിയെന്ന് അന്വേഷിക്കണം. അവരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, അത് കൃത്യമായ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കി തിരിച്ച് കൊണ്ടുവരണം. മാറിയവരെല്ലാം തിരിച്ചു വരണം. അത് വളരെ അത്യാവശ്യം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാറിയവരെ തിരിച്ചു കൊണ്ടുവരണം. ആദ്യം ഏത് മതത്തിലാണോ അങ്ങോട്ട് തന്നെ. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു ശുഷ്കാന്തിയില്ല നമ്മൾ അങ്ങോട്ട് വായിച്ച് എപ്പോഴും വഴക്കിനും വക്കാലത്തിനും കാരണമാവും. ഭീഷണി രണ്ടു വശത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. രണ്ടു കൂട്ടരും തമ്മിൽ ഭീഷണിപ്പെടുത്തുന്നു. അത് ശ്രദ്ധിക്കണം എന്നപേക്ഷിക്കുന്നു.